നമസ്കാരം. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കൗതുകകരമായ വാർത്തകൾ അവസാനിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനം ഏതാണ്ട് പൂർത്തിയായി എന്നുള്ളത് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വസ്തുത മമതാ ബാനർജിയുടെ അടുത്ത രാഷ്ട്രീയ ചുവടുവെപ്പ് എന്തായിരിക്കുമെന്നുള്ളതാണ്. അതിനിനി വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമത തിരിച്ചു വന്നാലും ഏത് തരത്തിൽ അവർ തിരിച്ചു വരും, ആ തിരിച്ചുവരവിൽ എത്രത്തോളം ശക്തി മുൻപുണ്ടായിരുന്ന ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുമെന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ജനാധിപത്യത്തിനുള്ളിൽ എന്തത്ഭുതങ്ങളും സംഭവിക്കാം. അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ മമതയ്ക്ക് ഇനിയൊരു പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഘടകമുണ്ട്. ആ ഘടകത്തിലേക്കാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആ ഘടകം മമതയോടൊപ്പം നിൽക്കുന്ന മഹുവ മൊയ്ത്ര എന്ന വ്യക്തിയാണ്. മഹുവ മൊയ്ത്ര തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ്. മമതയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും വീറോടെ വാദിക്കുന്ന, BJPയെ ശക്തിയുക്തം എതിർക്കുന്ന, യുക്തമെന്ന് പറയാൻ സാധിക്കില്ല, ക്ഷമിക്കുക, ശക്തിപൂർവം എതിർക്കുന്ന ഒരു രാഷ്ട്രീയക്കാരിയാണ്. ഒപ്പം വളരെ പ്രചാരമുള്ളൊരു വ്യക്തിത്വമാണ്. അടിസ്ഥാനപരമായിട്ട് ഇടത് ബുദ്ധിജീവികളുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയൊരു വ്യക്തിത്വമാണ് മഹുവ മൊയ്ത്രയുടേത്. അതുകൊണ്ട് തന്നെ മഹുവ മൊയ്ത്ര ഈ ഒരു രാഷ്ട്രീയ കളിയിൽ വളരെ പ്രസക്തമായൊരു ഭൂമിക വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പലരും എന്തുകൊണ്ടോ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൗതുകകരമാണ്. മുഖ്യധാരാ മാധ്യമങ്ങളും പോലും മഹുവ മൊയ്ത്ര BJPക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ അത് പൊലിപ്പിച്ച് കാണിക്കും, അല്ലെങ്കിൽ പലതവണ ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്യുമെന്നുള്ളതിനപ്പുറം മഹുവ മൊയ്ത്രയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചർച്ചകളും നടന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ അത് ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതയുടെയും ഭാവി പോലും ഒരുപക്ഷെ മഹുവയുടെ രാഷ്ട്രീയ ചുവടുവെപ്പിലായിരിക്കും തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ് സത്യം. അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളതല്ല, അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെയും ഭാവി. ബാനർജിയുടെ കാര്യത്തിൽ കല്യാൺ ബാനർജിയെ വിട്ടുപോയി അഭിഷേക് ബാനർജിയുടെ കാര്യത്തിൽ, മമതയുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാനില്ല. അദ്ദേഹം ഒരുപക്ഷെ കോടതികൾ വഴി ഒരല്പം ആശ്വാസം ലഭിച്ചാൽ തന്നെ ഒരു 6 മാസങ്ങൾ, ഏറെ പോയാൽ 1 വർഷം അതിനുള്ളിൽ അഴിക്കുള്ളിലാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടേക്കൂ. മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഭാവി മഹുവ മൊയ്ത്രയുടെ ചുവടുവെപ്പിനനുസരിച്ചായിരിക്കും. അത് പറയുവാനുള്ള കാരണം, ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിളർപ്പിൽ, അത് സംസ്ഥാന തലത്തിലായാലും കേന്ദ്ര തലത്തിലായാലും, ഈ പിളർപ്പിൽ വളരെ സമർത്ഥമായ ഒരു ചുവടുവെപ്പ് എടുത്തിരിക്കുന്നത് മഹുവ മൊയ്ത്രയാണ്. കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, ഒരുപക്ഷെ എന്ത് മണ്ടത്തരമാണ് ഇയാൾ ഈ പറയുന്നതെന്ന് പോലും തോന്നാം. കാരണം 20ഓളം MP കൂറുമാറി ചെറിയൊരു പാർട്ടിയിലേക്ക് ലയിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി തന്നെ കേന്ദ്രത്തിൽ ഇല്ലാതാക്കി. സംസ്ഥാനത്തിലും അങ്ങനെ തന്നെ. ഋതപ്രതാപ് ബാനർജിയുടെ കീഴിൽ ഏതാണ്ട് 58 MLA 60 ആകുന്നു. 2 പേരും കൂടി ഇനി കൂറുമാറുമെന്നറിയുന്നു. 60ഓളം MLA കൂറുമാറി. തകർന്നു നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനോടും മമതയോടും ഒപ്പം നിൽക്കുവാൻ തീരുമാനിച്ച മഹുവ മൊയ്ത്ര എന്താണ് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമെടുത്തത് എന്ന് നിങ്ങൾക്കൊരുപക്ഷെ സംശയം തോന്നാം. ആദർശപരമായിട്ട് വേണമെങ്കിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് അവരെ ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണത് എന്നും നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ അവിടെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികൾ കിടക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് ഭാരതത്തിലുടനീളം മമതാ ബാനർജിയാണ്. അതിനപ്പുറത്തേക്കൊരു നേതാവിനെ തൃണമൂൽ കോൺഗ്രസിൽ ചൂണ്ടിക്കാണിക്കുവാൻ പറഞ്ഞാൽ ഈ BJP തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതുവരെ കല്യാൺ ബാനർജിയോ അഭിഷേക് ബാനർജിയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാകോലി ദാസോ ഇപ്പോഴുള്ള ഈ റിബൽ MP പറയുന്ന ഗ്രൂപ്പിൻ്റെ നേതാക്കളോ ഇവരെ ആരെയും പൊതുജനങ്ങൾക്ക് പശ്ചിമ ബംഗാളിന് പുറത്തുള്ള ഒരാൾക്കും അറിയില്ലായിരുന്നു. പക്ഷെ മഹുവ മൊയ്ത്രയെ അറിയാമായിരുന്നു. കാരണം വളരെ സമർത്ഥമായി മമതാ ബാനർജിയുടെ ഒപ്പം നിന്ന് MP സ്ഥാനം നേടിയെടുത്ത് ലോക്സഭയിൽ BJPക്കെതിരെ പല പ്രസ്താവനകളും നടത്തി, പല നാടകങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തി, ക്യാമറയിലൂടെ തൻ്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുകയായിരുന്നു മഹുവ മൊയ്ത്ര ഇതുവരെ. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ പശ്ചിമ ബംഗാളിന് പുറത്തുള്ള ഏത് പ്രദേശത്തും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആദ്യം മമതാ ബാനർജിയുടെ മുഖം ഓർമ്മ വരും. തൃണമൂൽ കോൺഗ്രസ്സിലുള്ള വേറൊരു നേതാവിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞാൽ മഹുവ മൊയ്ത്രയുടെ പേരേ പറയുള്ളൂ.
മമതയ്ക്ക് ശേഷം മഹുവ എന്നുള്ള തരത്തിൽ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ ശക്തിയോടെ നിലകൊള്ളുന്നൊരു വേളയിൽ മഹുവ മൊയ്ത്രയ്ക്ക് ഒരു പരിധിക്ക് മേലുള്ള വളർച്ച സാധ്യമായിരുന്നില്ല. കാരണം അവർക്ക് പ്രധാന തടയായിട്ട് അഭിഷേക് ബാനർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള സകല തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ്. മമതയും വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും ദുർബലമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം. ആ സാഹചര്യം കൃത്യമായി മുതലെടുക്കുവാൻ വേണ്ടിയിട്ടാണ് മഹുവ മൊയ്ത്ര കൃത്യമായ പദ്ധതികളോടുകൂടി മമതാ ബാനർജിയോടൊപ്പം നിൽക്കുന്നതും ഇപ്പോൾ BJP എതിർക്കുന്നതും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അടുത്തൊരു 6 മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം ഈ കാലയളവിനുള്ളിൽ അവർ BJPയെ അല്ലെങ്കിൽ NDA പിന്തുണയ്ക്കുന്ന ആ ഒരു MP മാരോടൊപ്പം പോകുകയില്ല. അവരുടെ ലക്ഷ്യം അടുത്തത് തൃണമൂൽ കോൺഗ്രസിൻ്റെ, ഇപ്പോൾ അവർ തന്നെയാണ് ഫലത്തിൽ സെക്കൻഡ് ഇൻ കമാൻഡ്, 2ാം സ്ഥാനം അവർക്ക് തന്നെയാണ്. അഭിഷേക് ബാനർജിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ED ഓഫീസ്, ED ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ NIA ഓഫീസ്. ഇത്തരത്തിൽ അദ്ദേഹം വളരെ എന്താ പറയുക, വളരെ ബിസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡ് മഹുവ മൊയ്ത്ര തന്നെയാണ്. ആ സെക്കൻഡ് ഇൻ കമാൻഡ് താമസിയാതെ ഫസ്റ്റ് ഇൻ കമാൻഡ്, ദ ഓൺലി കമാൻഡ് ആകുവാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല. താമസിയാതെ തന്നെ അത് സംഭവിക്കുമെന്നാണ് ഈ ഒരു ഉൾപാർട്ടി ജനാധിപത്യമുണ്ടല്ലോ, ഉൾക്കളികൾ അല്ലെങ്കിൽ ഉൾപോരുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അങ്ങനെയല്ല, മമതയെ തന്നെ ഒരു പാർട്ടിയുടെ മുഖമുദ്രയായി നിലനിർത്തി പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മമതയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സെക്കൻഡ് ഇൻ കമാൻഡായി തന്നെ മഹുവ മൊയ്ത്ര തുടർന്നാൽ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസ്സിന് ആയുസില്ല എന്നുള്ളത് മമതയ്ക്കും അറിയാം, മഹുവയ്ക്കും അറിയാം. അപ്പോൾ എന്തുണ്ടാകും? മമതയൊരു സഖ്യകക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണിയോ കൂട്ടുമുന്നണി ഉണ്ടാക്കുവാൻ ശ്രമിക്കും. അതിന് പക്ഷേ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചടികളാണ് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ശ്രമങ്ങളെല്ലാം ഇവർ നിരാകരിച്ചു കഴിഞ്ഞു. കോൺഗ്രസ്സുകാരും അതെ, കമ്മ്യൂണിസ്റ്റുകാരും അതെ, പരിഹാസത്തോടു കൂടി നിരാകരിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ മുൻപിലുള്ള ഏക മാർഗം കോൺഗ്രസ്സിലേക്ക് തിരികെ ലയിക്കുക എന്നുള്ളതാണ്. മമതാ ബാനർജിയെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. കാരണം ഒരു ഏകഛത്രാധിപതിയായി വാണിരുന്ന അവർ കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ്സുമായിട്ടുള്ള അസ്വാരസ്യങ്ങളുടെ പേരിൽ പുറത്തു വന്ന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അതിലൂടെ ആ പാർട്ടിയിലൂടെ പശ്ചിമ ബംഗാളിൻ്റെ സമ്പൂർണ്ണ അധികാരം പിടിച്ചെടുത്ത അവർക്ക് കോൺഗ്രസ്സിലേക്ക് ഇനി സോണിയാഗാന്ധിയുടെ കീഴിൽ ജോലി ചെയ്യുവാൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ ചെയർമാനായി തുടരും. പക്ഷേ കളത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നേതാവായി മഹുവ മൊയ്ത്രയെ നിയമിക്കും. മമതാ ബാനർജിക്ക് രാജ്യസഭാ സീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ആദരണീയരായ പേരിലുള്ള ഒരു സ്ഥാനം നൽകപ്പെടും. മഹുവ മൊയ്ത്ര ലോക്സഭയിൽ കോൺഗ്രസ്സിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് BJPക്കെതിരെ പ്രവർത്തിക്കും. അതിലൂടെ തന്നെ അവരുടെ വളർച്ച പൂർണ്ണമായും സാധ്യമാവുകയും ചെയ്യും. ഇനി അങ്ങോട്ടുള്ള ചുവടുവെപ്പിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ചെയ്യും. ഇനി ഭാവിയിൽ കോൺഗ്രസ് കുറേ കാലത്തേക്ക് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്കും അറിയാം. മമതാ ബാനർജിയുടെ കാലം കഴിഞ്ഞാൽ കൃത്യമായി ഇവർ കോൺഗ്രസ്സിൽ ലയിക്കുകയും MP സ്ഥാനങ്ങൾ തുടർന്ന് നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം പശ്ചിമ ബംഗാളിൽ ഇനി പോയി മത്സരിച്ചാൽ അവർ ജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർക്ക് ചുവടുവയ്ക്കുവാനുള്ള അവസരങ്ങൾ കോൺഗ്രസ് ഒരുക്കി നൽകും. അല്ലെങ്കിൽ രാജ്യസഭയിലൂടെ അവർ അധികാരങ്ങളുടെ ഇടനാഴിയിലൂടെയുള്ള അവരുടെ സഞ്ചാരങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായ പദ്ധതികളോടുകൂടിയാണ് മഹുവ മൊയ്ത്ര ഇപ്പോൾ അവരുടെ കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ കളിയിൽ ഏറ്റവും സമർത്ഥമായ നീക്കം നടത്തിയിരിക്കുന്നത്, ഏറ്റവും സമർത്ഥമായ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് മഹുവ മൊയ്ത്രയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ മറ്റ് MP മാർ നടത്തിയത് സമർത്ഥമായിട്ടുള്ളൊരു ചുവടുവെപ്പല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പാണ്. അടി കൊള്ളാതെ പശ്ചിമ ബംഗാളിൽ കൂടി ഇറങ്ങി നടക്കുവാനുള്ളത്. മഹുവ മൊയ്ത്രയ്ക്ക് അടി കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടിയേക്കാം. പക്ഷേ അവർ പശ്ചിമ ബംഗാളിൽ ഇറങ്ങി നടക്കുവാൻ പോകുന്നില്ല. അവർ ഡൽഹിയിൽ ചുറ്റിക്കറങ്ങുകയുള്ളൂ. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കളം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസങ്ങൾക്കുള്ളിൽ, 6 മാസങ്ങളാണോ 1 വർഷത്തിലാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമാകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക.
തത്വമയി ന്യൂസിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയിൽ പങ്കാളികളാവുക. ഇപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.